നിത്യസ്നേഹത്തിൻ്റെ ഉറവിടമാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നവർക്കെല്ലാം എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്നത് നാം പലപ്പോഴും ഉദ്ദേശിക്കുന്ന രീതിയിൽ പലപ്പോഴും പലതും അവസാനിക്കാറില്ല. അനേകരും വ്യക്തിപരമായ അഭിവൃദ്ധിക്കായി ശ്രമിക്കുകയും അതിന് പിമ്പിൽ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായതെല്ലാം സംഭവിക്കുമ്പോഴും ലോകപ്രകാരമായ ഉന്നമനത്തിനും അഭിവൃദ്ധിക്കുമായി മനുഷ്യൻ വാഞ്ചയോടെ ഓടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്നത് ദൈവവിഷയമായി സമ്പന്നരാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഇവിടെ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യൻ്റെ അവസ്ഥകളെക്കുറിച്ചും മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ അവൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ചും മാത്രമല്ല, അവസാനം അവൻ മരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചും, എന്നാൽ മനുഷ്യൻ ദൈവ വിഷയത്തിൽ സമ്പന്നനാകാതെ നിക്ഷേപിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യൻ്റെ അവസ്ഥ എന്ത് എന്ന് നാം ദൈവവചനത്തിൽ ചിന്തിക്കുമ്പോൾ എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം, ജീവിതത്തിൻ്റെ അവസ്ഥ ഒരിക്കൽ മരണവും ന്യായവിധിയും മനുഷ്യൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു. അതേ, മനുഷ്യ ജീവിതത്തിൽ ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. നാം ദൈവവിഷയത്തിൽ സമ്പന്നരാകാതെ ലോകത്തിൻ്റെ വ്യവസ്ഥകളിൽ ഓടി അധ്വാനിച്ച് അലഞ്ഞ് പ്രാർത്ഥിക്കാതെയും ആഹാരം കഴിക്കാതെയും കൊടുക്കേണ്ടുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാതെയും പിടിച്ചു പറിച്ച് ഉണ്ടാക്കി വയ്ക്കുന്ന അനേകർ ഉള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ ഈ 19-ാം വാക്യം വായിക്കുമ്പോൾ 20-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, മൂടാ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു തരിക. അതെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം അധ്വാനിച്ചോടുമ്പോൾ ജീവിതത്തിൽ നാം നേടിയെടുക്കുന്നതെല്ലാം നൈമിഷികങ്ങളും പരാജയങ്ങളുമാണ് എന്നും ദൈവവിഷയമായി നാം നേടുന്നതിന് മാത്രമേ ഫലപ്രാപ്തി ഉള്ളൂ എന്നും ദൈവവചനം പിന്നെയും പഠിപ്പിക്കുന്നു. അതാണ് എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ വായിച്ചത്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. പിന്നെയും 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തീയ വിശ്വാസം കാഴ്ചയല്ല, വിശ്വാസത്താൽ അത്രേ ഈ ശരീരം വിട്ട് നാം ക്രിസ്തുവിനോടെ വസിക്കും. ഈ ലോകത്തിൽ താൽക്കാലികമായി കാണുന്നതൊന്നുമല്ല, നൈമിഷികമായി മാറിപ്പോകുന്നത് പലതുമല്ല. ഇന്നൊരു പക്ഷേ ലോകത്തിൽ ജീവിക്കുന്ന അനേകർക്ക് മനസ്സിലായി കാണാം, നാം നേടുന്നതും അധ്വാനിക്കുന്നതും ഒക്കെ വൃഥാവാണെന്ന്. ഈ ശരീരം വിട്ട് നാം ക്രിസ്തുവിനോടുകൂടെ ചേരുന്ന ഒരു കാലം ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. അപ്പോൾ നാം തിരിച്ചറിയുക, ജീവിതത്തെപ്പറ്റി നമുക്ക് എന്താണ് പ്രതീക്ഷ. 2 തീമോഥെയോസ് ലേഖനം 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയാകുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തു, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അതെനിക്കു മാത്രമല്ല,
കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വയ്ക്കുന്ന ഏവർക്കും കൂടെ തന്നെ. അതേ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിനു വേണ്ടി, ആത്മീയതയ്ക്ക് വേണ്ടി, ദൈവികതയ്ക്ക് വേണ്ടി, വരുവാനുള്ള ലോകത്തിനു വേണ്ടി എന്തെങ്കിലും നേടുവാൻ, കരുതി വയ്ക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ദൈവവചനം പറയുന്നു, ദൈവവിഷയമായി നാം സമ്പന്നരാകുക, നല്ലവരായി ദൈവഭക്തിയോടെ വിശ്വാസത്തോടെ ദൈവകൃപയിൽ ജീവിക്കുക. അല്ലാതെ മറിച്ച് ഇന്ന് രാത്രി നമ്മുടെ ജീവനെ ദൈവം ചോദിച്ചാൽ ഒരുപക്ഷെ അത് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ എവിടെയാകും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം എന്ന് നാം തിരിച്ചറിയുക. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും നമ്മൾക്ക് വച്ചിരിക്കുന്നു. എന്നാൽ ആത്മീയ ജീവിതത്തിൽ നാം ചെയ്തു വയ്ക്കുന്നതും ഉണ്ടാക്കുന്നതും നേടിയെടുക്കുന്നതുമാകുന്ന ഒന്നും നഷ്ടമായി പോകത്തില്ല. കാരണം ദൈവ വിഷയത്തിൽ സമ്പന്നനാകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവനെ പരിപാലിക്കുന്നു. ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെയും താൻ പകർന്ന് ദൈവം തൻ്റെ മകനെ അനുഗ്രഹിക്കുന്നു. മാത്രമല്ല, ദൈവം വിശ്വസ്തനാകിയാൽ ദൈവസന്നിധിയിൽ വിശ്വാസത്തിൽ ഭക്തിയോടെ നമുക്ക് മുൻപോട്ട് പോകാം. സകലത്തിലും വർജനമാചരിച്ച് ദൈവിക നീതിയും ഭക്തിയും മുറുകെ പിടിച്ച് ദൈവകൃപയിൽ ശക്തരായി തീരുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അതിലെല്ലാം ഉപരിയായി ദൈവവിഷയത്തിൽ സമ്പന്നനാകുവാൻ, ദൈവിക പ്രത്യാശ പുതുക്കി വിശ്വസ്തയോടെ മുൻപോട്ട് പോകുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം. കാരണം ദൈവവിഷയത്തിൽ സമ്പന്നനാകുന്ന ഒരു മനുഷ്യന് മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ, ഒരു നിത്യത മുമ്പിലുള്ളൂ. ആയതിനാൽ അത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി അംഗം പൊരുതുന്നവനെല്ലാം സകലത്തിലും വർജനം ആചരിക്കണമെന്ന ദൈവവചനപ്രകാരം അതിലെല്ലാം ഉപരിയായി നമ്മളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ വചനത്തിനായി സ്തോത്രം. കേൾക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. ജീവിതത്തിൽ കർത്താവെ ദൈവിക വിഷയത്തിൽ സമ്പന്നരായി വിശ്വസ്തയോടെ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവർ മാത്രമേ ജീവിക്കൂ എന്നുള്ള ദൈവവചനപ്രകാരം വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ കർത്താവെ നീ നിൻ്റെ ജനത്തെ സഹായിക്കണമേ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ബുദ്ധിമുട്ടും ഭാരവും പ്രതിസന്ധിയും അനുഭവിക്കുന്നവരായി ഈ വചനത്തിൻ്റെ മുമ്പിലായിരിക്കുന്നെങ്കിൽ അങ്ങനെയുള്ളവരോട് ദൈവം പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ദൈവകരങ്ങളിൽ നിന്റെ ജനത്തെ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.